ഹരിയോം. കൽക്കിരുവികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. ഞാൻ ഷീലാകുമാരി അയ്യപ്പൻ. ഞാൻ ബേസിക്കലി ഒരു BSc ടീച്ചറാണ്. എന്നാൽ 2019 ജൂലൈ മുതൽ ഞാൻ ആ ടീച്ചിങ് പണിയൊക്കെ വിട്ടിട്ട് കെയർ ടേക്കർ ജോലിയിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ 4 വർഷമായിട്ട് 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ പരിചരിക്കുന്ന ജോലിയിലാണ്. അമ്മയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് വിജയദശമി ദിവസമാണ്. ശുഭകാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റിയ ദിവസമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പുതിയ പാഠ്യ പദ്ധതിയുമായിട്ടാണ്. ഈ പാഠ്യപദ്ധതിയുടെ പേരാണ് NSK ബ്രഹ്മഗീത. ബ്രഹ്മഗീത എന്ന് പറയുന്നത് ബൈബിള്, ഭഗവത്ഗീത, രാമായണം, ഭാഗവതം, മഹാഭാരതം, വേദങ്ങൾ, ഉപനിഷത്തുകൾ ഇവയെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠ്യ പദ്ധതിയാണ്. ഈ NSKക്ക് ഒരു ഫുൾ ഫോം ഉണ്ട്. ആ ഫുൾ ഫോം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. NSK, N എന്ന് പറഞ്ഞാൽ N ഫോർ നാരായണൻ. നാരായണൻ ആണ് എൻ്റെ അച്ഛൻ്റെ പേര്. എൻ്റെ അച്ഛൻ്റെ മുഴുവൻ പേര് നാരായണൻ രാമൻ എന്നാണ്. എൻ്റെ പേരെന്ന് പറയുന്നത്, എൻ്റെ ഒഫീഷ്യൽ പേര്, സർട്ടിഫിക്കറ്റുള്ള പേര് PN ഷീലാകുമാരി എന്നാണ്. അപ്പോൾ അതിനകത്ത് N ആണ്. പിന്നെ പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാന്റെ പേര് നാരായണൻ എന്നാണ്. ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ആരാധിക്കുന്ന ഭഗവാനും നാരായണനാണ്. അപ്പോൾ അതാണ് N ഫോർ നാരായണൻ. അപ്പോൾ എൻ്റെ അച്ഛനും പ്രപഞ്ചത്തിൻ്റെ അച്ഛനും എല്ലാം ഒന്ന് തന്നെയാണ്. N ഫോർ നാരായൺ. SK എന്ന് പറയുന്നത് ഷീലാകുമാരി എന്നുള്ളതാണ്. ഇതിന് മറ്റൊരു അർത്ഥം കൊടുക്കാം. ശ്രീകൃഷ്ണൻ എന്ന് കൊടുക്കാം, ശ്രീ കൽക്കി എന്നും കൊടുക്കാം. അപ്പൊ NSK ബ്രഹ്മഗീത. ബ്രഹ്മ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറയാം. ബ്രഹ്മ എന്ന് പറയുന്നത് ബ്രഹ്മാവെന്നോ ബ്രഹ്മമെന്നോ ഉള്ള അർത്ഥമല്ല, എന്നാൽ അതിലും ബ്രഹ്മാവ് ഉണ്ട്. ബ്രഹ്മ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ B ആണ്. B എന്ന് പറഞ്ഞാൽ B ഫോർ ഭഗവത്ഗീത, B ഫോർ ബൈബിൾ, B ഫോർ ബ്രഹ്മ. 3 കാര്യങ്ങളാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. ബൈബിള്, ഭഗവത്ഗീത, ബ്രഹ്മാവെന്നുള്ള അർത്ഥം. 6 എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ പേരാണ്. PN രാമൻ എന്നുള്ളതിനകത്ത് 6 ആണ്. പിന്നെ അതുകൂടാതെ ശ്രീരാമചന്ദ്രൻ എന്നുള്ളതിൻ്റെ രാമ ഭഗവാന്റെ പേരിൻ്റെ ആദ്യാക്ഷരമായ 6 ആണ് മറ്റൊന്ന്. അടുത്തത് A ആണ്. A എന്നുള്ളതിന് A ഫോർ അള്ളാഹു. അള്ളാഹു എന്നുള്ള അർത്ഥമാണ് ഇവിടെ Aയ്ക്കുള്ളത്. പിന്നെ H എന്ന് പറയുന്ന H ഫോർ ഹരി. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ്. പിന്നെ അടുത്ത M എന്ന് പറയുന്ന മഹാദേവന്, മുഹമ്മദ്, മിഷിഹ, മഹദി എന്നൊക്കെ എമ്മിന് അർത്ഥമുണ്ട്. A എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ വൺ എന്നാണ്. ഇതെല്ലാം അടങ്ങിയ ഒരു വാക്കാണ് ബ്രഹ്മ എന്നുള്ളത്. ബ്രഹ്മ. പിന്നെ ഗീത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉപദേശം, ആത്മജ്ഞാനം. പിന്നെന്താ, ഭഗവത്ഗീതയ്ക്കകത്തും നമുക്ക് കിട്ടുന്ന ആത്മജ്ഞാനമാണ്, സന്ദേശങ്ങൾ. അപ്പം ഭഗവാന്റെ സന്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പാഠത്തിലേക്കൊന്നും ഇന്ന് ഞാൻ കടക്കുന്നില്ല. അത് നമുക്ക് നാളെ തുടങ്ങാം. ഇന്ന് ഞാൻ ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.